ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഷെയർ ആൻഡ് ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അടുത്ത ദിവസത്തിലേക്കുള്ള സ്റ്റോക്ക് പിക്സിനെ സെലക്ട് ചെയ്തതെന്ന് നോക്കും. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കയറിയിട്ട് ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യും. ഡെയിലി ക്യാൻഡിൽസ് അത് എങ്ങനെയുണ്ട്, നമ്മൾക്ക് പരിചയമുള്ള ഒരു ഫോർമാറ്റിലാണോ അല്ലെങ്കിൽ പാറ്റേണിലാണോ കിടക്കുന്നത് നോക്കും. അങ്ങനെയുള്ള സ്റ്റോക്ക് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും NR7 സ്റ്റോക്സ് നെറ്റ് കയറി സെർച്ച് ചെയ്താൽ ചാർട്ടിങ്ങിൻ്റെ സൈറ്റിൽ NR7 സ്റ്റോക്സ് കിട്ടും. കറണ്ട് ഡേ സ്റ്റോക്സ് എന്ന് പറയും. NR7 കറണ്ട് ഡേ സ്റ്റോക്സ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഗോദ്രേജ് ആണ്. ഗോദ്രേജിൻ്റെ ഇത് ഞാൻ NR7 സ്റ്റോക്സ് നിർത്താണ്. പെട്രോനെറ്റും അതുപോലെ ഞാൻ NR7 സ്റ്റോക്സ് നിർത്താണ്. ഓക്കെ, ഇനി ഇത് പെട്രോനെറ്റ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന രീതി ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ വരുന്നു, റിട്ടേൺ വരുന്നു. ഓക്കെ, ഡബിൾ ബോട്ടം ഉണ്ടാക്കി അതിനെ ബ്രേക്ക്, അതിൻ്റെ നെക്ക് ബ്രേക്ക് ചെയ്തു, വീണ്ടും വരുന്നു. ഈ ഏരിയയിലൊരു സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും കയറുന്നു. ഓക്കെ, ഇതാണ് ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ. ഇനി ചിലപ്പോൾ ഇങ്ങോട്ടോ ആവാം. ഓക്കെ, നമ്മൾ ഇനി ഇതിനൊരു ലൈൻ കൂടി വരച്ച് നോക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് അതിൻ്റെ നെക്ക് ലൈൻ. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ ഇതും ഒരു സപ്പോർട്ട് റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് മുകളിലേക്ക് പോകാൻ നോക്കുന്നത്. ഇനി അടുത്ത ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യാനുള്ളത് ഈ ഒരു റീജിയൻ ആണ്. ഈ റീജിയൻ മനസ്സിലായി? ഈ ഒരു റീജിയൻ ആണ് ഇനി ബ്രേക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, കാരണം അത് ഇവിടെ വരുന്നു. കാരണം ഈ ഒരു റീജിയന് മുകളിലേക്ക് നല്ല ബുള്ളിഷ്നെസ് ആണ്. ഈ ഒരു റീജിയൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും, കാരണം ഇത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. വീണ്ടും ഇതിവിടെ തട്ടി വീണ്ടും വന്നു. ഓക്കെ, ഇനി ഇതൊരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പെട്രോനെറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെവൽസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കയ്യിലുള്ള എല്ലാ ഇതും റിമൂവ് ചെയ്യാണ്. ഞാൻ സെറ്റ് ചെയ്യുന്നത് 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഓക്കെ, ഈ കളർ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആണ്. ഇത് ബൈയിങ് ഓർ സെല്ലിംഗ് പോയിന്റ് ആണ്, ബ്ലൂ ലൈൻ. ഓക്കെ, നമ്മൾ ടാർഗറ്റ് വെക്കാൻ പോവാണ്. ടാർഗറ്റിനുള്ള ലൈൻസ് കോമൺലി ബ്ലാക്ക് ആണ്, തിൻ ബ്ലാക്ക് ലൈൻസ്. അത് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാണ്. എല്ലാ ഇതിലും ഒരേപോലെ. ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോക്കി മനസ്സിലായി, ഈ പോയിന്റ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ട്, ഈ പോയിന്റ് മുകളിലേക്ക് താഴത്തേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ട് എന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ ലൈന് വരച്ച് ആ സമയത്ത് മാത്രം ഈ ടാർഗറ്റ് വരച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ടൈം എടുത്ത് വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടും അതായത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കും ഒരു സുഖമാണ്. അതുകൊണ്ടാണ് കറക്റ്റ് ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന് മുകളിലേക്ക്. ഓക്കെ, ചുമ്മാ ബാക്കിലോട്ട് നോക്കുകയാണ് എവിടേക്കാണ് മെയിൻ പോയിന്റ്സ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെയാണ് നല്ലൊരു പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന് മുകളിലേക്ക് നമുക്കൊരു ബുള്ളിഷ്നെസ് തരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണോ ഓപ്പൺ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് ലെവലിൽ വന്നിട്ട് റെസിസ്റ്റൻസോ സപ്പോർട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇത്. ഈ ഭാഗത്ത് നിന്ന് വാങ്ങുമ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇത് ചെറിയൊരു ബഫർ ഇട്ട് വെച്ചതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ അതിനൊരു ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് കണക്കാക്കി വെച്ചാണ്. ഓക്കെ, അല്ലെങ്കിൽ നല്ലൊരു സ്വിംഗ് പോയിന്റിന് താഴത്തേക്ക് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 230.85 240.45 ആണ്.
അപ്പോൾ ഒരു 1.60 അതിൻ്റെ റിസ്ക്. അപ്പോൾ നമ്മൾ ഇനി ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതാണ് ഒരു സ്വിങ് വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് താഴത്തേക്ക് ബഫർ ഇട്ട് നമുക്ക് വയ്ക്കാം, ഈ ഒരു ലെവൽ വരെ. ഓക്കെ, നമുക്ക് ഈ ഒരു പോയിന്റും വയ്ക്കാം. ഇതൊക്കെ ഒരു റീജിയനിൽ വന്നു, ഈ ഒരു സ്വിങ്ങിന്റെ തൊട്ടായിട്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ലൈൻ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്ന ലൈനാണ്. അപ്പോൾ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വോളിയം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സെല് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു സ്ട്രാറ്റജി, മണി മാനേജ്മെന്റ് സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് മൂവ്മെന്റ് ഉള്ളത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള ബൈയിങ് സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സെല്ലിംഗ് സൈഡാണ്. സെല്ലിംഗ് സൈഡ് നമ്മൾ ഇതിൽ കുറച്ചും കൂടി സുഖമുണ്ടാവും. ഈ ഒരു പോയിന്റ് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് ബഫർ ഇട്ടിട്ട് ചുമ്മാ വയ്ക്കും. ബഫർ മീൻസ് ചെറിയൊരു ഗ്യാപ്പ്, അതിന് തൊട്ട് മുകളിലേക്ക്. ഇവിടെ ₹1 വരുന്നുള്ളൂ നമ്മുടെ റിസ്ക്. ഞാൻ റാൻഡായിട്ട് സെലക്ട് ചെയ്താണ് കേട്ടോ, അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി വന്നാണ് കറക്റ്റ് ₹1 ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു 1:3 ലെവലേ വരുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് എന്തുകൊണ്ട് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കയറ്റി വെച്ചത്. അടുത്ത ടാർഗറ്റ് ഇതൊക്കെ ചുമ്മാ ഒരു പോയിന്റ് ഒന്നും കണ്ടുപിടിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് നമ്മുടെ ₹1 ബഫ് ഇതിട്ട് വെച്ചതാണ്. കാരണം 236 ആണ്, 234 സെക്കൻഡ് ടാർഗറ്റ് പറയുമ്പോൾ ₹2 കിട്ടുന്നത് പാര ലെവലിലേക്ക് വെച്ചാണ്. അപ്പോൾ 230.55 വയ്ക്കാം. വേറെ പോയിന്റ്സ് ഒന്നും അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പിന്നെ അത് അങ്ങനെ വെച്ച്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റോക്സ് കാര്യങ്ങൾ സെലക്ട് ചെയ്തതും ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം ആവും. നമുക്ക് ഓരോ ദിവസം ഓരോന്നിൻ്റെ വെച്ച് കാണിക്കാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഓരോന്നായിട്ട് പ്രൈസ് ലെവൽസ് പറയാം. ഓക്കെ, അടുത്തത് TVS മോട്ടറാണ്. TVS മോട്ടർ ₹481.85 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചിരിക്കുകയാണ് നല്ലൊരു മൂവ്മെന്റിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിലേക്കാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്, ഇതിന് താഴത്തേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അത് ₹475 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇത് ആ സമയത്തുള്ള ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഇത് ബൈയിങ് സൈഡിലേക്കുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്സ് ആണിത്. ഓക്കെ, അടുത്തത് ZEEL ആണ്. ZEEL 194.90, അതായത് ₹195 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇതിന് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കുന്നത് നോക്കിയിട്ട് വേണം ട്രേഡിന്ന് എക്സിറ്റ് ആവാൻ. ഓക്കെ, ₹190.80 താഴത്തേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിനും ചാൻസ് ഉണ്ട്. അടുത്തത് ഭാരതി എയർടെൽ ആണ്. ഭാരതി എയർടെൽ ₹470.65 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ₹464.40 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ₹970 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ₹943 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഇതിന്റെ ബ്രേക്ക്ഔട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ നാളെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആവുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് ലെവലുകളിൽ വന്ന് സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ ഭാഗത്താണ് റെസിസ്റ്റൻസോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലൂടെയോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാഭകരമായ ഒരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം അരുൺ ജി.